മലയാളത്തിന്റെ സ്വന്തം നിത്യഹരിത നായകൻ പ്രേം നസീർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 33 വർഷം. 38 വർഷത്തെ അഭിനയ ജീവിതത്തിൽ 781 സിനിമകളിൽ നായകനായി ലോക റെക്കോർഡ് സ്വന്തമാക്കിയ അതുല്യ പ്രതിഭ കാലങ്ങൾക്കിപ്പുറവും മലയാളികളുടെ നിത്യഹരിത നായകനാണ്. മലയാളികളുടെ കാമുക സങ്കല്പങ്ങളുടെ ആദ്യ രൂപം അതായിരുന്നു മലയാളികളുടെ സ്വന്തം പ്രേം നസീർ. മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ചിറയൻകീഴ് അബ്ദുൽ ഖാദർ എന്ന 22-കാരനെ പ്രേം നസീർ എന്ന് പുനഃനാമകരണം ചെയ്യുമ്പോൾ മലയാളത്തിലെ ആദ്യ സൂപ്പർ താരമെന്നറിയപ്പെടുന്ന തിക്കുറിശി സുകുമാരൻ നായർ അറിഞ്ഞിരുന്നില്ല താൻ തിരുത്തുന്നത് മലയാള സിനിമാ ചരിത്രമാണെന്നത്. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ വിടവാങ്ങിയിട്ട് 3 പതിറ്റാണ്ട് കഴിയുമ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാത്ത നക്ഷത്രമായി തെളിഞ്ഞു നിൽക്കുകയാണ് പ്രേം നസീർ. ജന്മജന്മാന്തരങ്ങൾക്കിപ്പുറം മലയാളികളുടെ സങ്കല്പങ്ങളിലെ നിത്യഹരിത നായകനായി പ്രേം നസീർ ഇന്നും ജീവിക്കുന്നു. കാമുക സങ്കല്പങ്ങളുടെ ആദ്യ രൂപമായിരുന്ന അദ്ദേഹത്തിന്റെ ആകാരഭംഗിയും കലയോടുള്ള അധിനിവേശവും സഹാനുഭൂതിയും നിറഞ്ഞ മനസ്സും മലയാളികളുടെ ഹൃദയത്തിൽ നസീറിന് പകരക്കാരനില്ലാതാക്കി. കാലഘട്ടത്തിന്റെ പ്രതീകമായി നസീർ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ചിറയൻകീഴിൽ അക്കോട് ഷാഹുൽ ഷമീദിന്റെയും അസീബ ബീവിയുടെയും മകനായി 1926 ഏപ്രിൽ 7 അബ്ദുൽ ഖാദറിന്റെ ജനനം. ആലപ്പുഴ SD കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് സിനിമാ പ്രവേശനം. കോളേജിൽ പഠിക്കുമ്പോൾ പങ്കെടുത്ത അഭിനയ മത്സരത്തിന്റെ വിധികർത്താവാണ് അദ്ദേഹത്തിന് ആദ്യമായി സിനിമയിൽ അവസരമൊരുക്കിയത്. മത്സരവേദിയിൽ കോപം, ദുഃഖം, ഹാസ്യം എന്നീ രസങ്ങൾ ഞൊടിയിടയ്ക്കുള്ളിൽ അഭിനയിച്ച് വലിപ്പിച്ച നസീറിനെ തേടിയെത്തിയത് 1951 ചിത്രീകരണം ആരംഭിച്ച ത്യാഗസീമ എന്ന ചിത്രമായിരുന്നു. എന്നാൽ ഈ ചിത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാമതായി അഭിനയിച്ച മരുമകൾ എന്ന സിനിമയും വിജയം കണ്ടില്ല. 1952 പുറത്തിറങ്ങിയ വിശപ്പന്റെ വിളി എന്ന ചിത്രം അദ്ദേഹത്തെ താരപ്പകിട്ടിലേക്ക് ഉയർത്തി. ളികളിൽ അന്നുവരെ കണ്ടിട്ടില്ലാതിരുന്ന അഭിനയശൈലിയും സൗന്ദര്യവും പ്രേം നസീറിനെ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയ താരമാക്കി. 50കളിലെയും 60കളിലെയും മലയാള സിനിമയ്ക്ക് മാത്രം നസീർ സമ്മാനിച്ച യുവത്വത്തിന്റെ പ്രസരിപ്പ് വർണ്ണങ്ങൾക്കിപ്പുറം അതീതമാണ്. മലയാളത്തിന്റെ പ്രിയതാരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് നസീറിന്റെ മൃതദേഹം തോളിലേറ്റിയത്. അതൊരു ചരിത്രമായിരുന്നു. തിരുവനന്തപുരത്തെ VJT ഹാളിൽ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുദർശനത്തിന് ശേഷം നസീറിനെ തന്റെ ജന്മനാടായ ചിറയൻകീഴിലെ കാട്ടുമുറക്കാൽ ജുമാ മസ്ജിദിൽ ഖബറടക്കുമ്പോൾ 62 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. അജി കുഞ്ഞിമോൻ, റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.